ആക്രമണങ്ങൾ ഇറാൻ തുടരുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാഴ്സ് പൂർണ്ണമായും തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ ഈ മേഖല ലക്ഷ്യം വെക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഇറാനിലെ സൗത്ത് പാഴ്സ് വാതകപ്പാടത്തിന് നേരെ ഇസ്രായേൽ ഇനി ആക്രമണം നടത്തില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എന്നാൽ ഖത്തറിന് നേരെ ആക്രമണം തുടർന്നാൽ കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ സൗത്ത് പാഴ്സ് മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ നടന്ന സംഭവങ്ങളിലുള്ള ദേഷ്യം കാരണമാണ് ഇറാനിലെ പ്രധാനപ്പെട്ട സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡറിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ആകെ വിസ്തൃതിയുടെ താരതമ്യേന ചെറിയൊരു ഭാഗം മാത്രമാണ് ആഘാതമേറ്റിട്ടുള്ളതെന്നുമാണ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ ട്രംപ് പറയുന്നത്. ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചത് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഖത്തറിന് നേരെയുള്ള ആക്രമണം തുടർന്നാൽ അമേരിക്ക നേരിട്ടിടപെട്ട് ഇറാന്റെ വാതകപ്പാടം തകർക്കുമെന്നാണ് ഭീഷണി. ഇതുവരെ കാണാത്ത അത്ര ശക്തിയോടെ അമേരിക്ക തിരിച്ചടിക്കുമെന്നാണ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. അതേസമയം ഇസ്രായേലിലെ വടക്കൻ മേഖലയായ ഹൈഫയിലെ ഓയിൽ റിഫൈനറിക്ക് നേരെ മിസൈൽ ആക്രമണവുമായി ഇറാനും ഖത്തറും അതിർത്തി പങ്കിടുന്ന സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രായേൽ ബുധനാഴ്ച നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടിയായി നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് സംഭവം. ഇസ്രായേലിലെ 130-ലേറെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇറാൻ മിസൈൽ വർഷിച്ചതായാണ് റിപ്പോർട്ട്. ക്ലസ്റ്റർ ബോംബുകളാണ് ഇറാൻ ഇസ്രായേലിലെ വിവിധ മേഖലകളിലേക്ക് വർഷിച്ചത്. 1 മണിക്കൂറിനുള്ളിൽ 5 മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചുവെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ മേഖലയിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടതായാണ് ഇസ്രായേൽ ഊർജ്ജ മന്ത്രി എലി കൊഹാൻ വ്യാഴാഴ്ച പ്രസ്താവനയിൽ വിശദമാക്കിയത്.